ഹലോ, ഇന്ന് ചതയം ഡേ ആണ് കേട്ടോ. ഇത്തവണത്തെ ചതയമൊക്കെ നേരത്തെ കഴിഞ്ഞു പോയെങ്കിലും അന്ന് നമ്മൾ ആഘോഷിച്ചില്ലല്ലോ. അപ്പം ഞങ്ങളുടെ ഇത്തവണത്തെ ചതയത്തിൻ്റെ ഓണം എന്ന് പറയുന്നത് ഈ ഒരു ഡേയിലാണ്. അപ്പം എല്ലാ തവണയും ചതയത്തിൻ്റെ ദിവസം ഓണം ആഘോഷിക്കുന്നത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അത് ഞങ്ങൾ കുഞ്ഞു പിള്ളേരായിരുന്നപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങൾ തലേ ദിവസം ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ഞാൻ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അന്ന് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അന്നത്തെ കുറച്ച് ഞാൻ ഷോർട്ട് വീഡിയോസിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് പോയ സമയത്തൊക്കെ അമ്മയോട് പറഞ്ഞു ഇത് ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കണം, ഇതിൽ ഒരു പ്രശ്നവും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ എണീറ്റതേ പുറത്തേക്കുള്ള ഡോറൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കി. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ രാവിലെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാ ദിവസവും കിടക്കാറ്. പക്ഷേ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഒന്നും ശരിയല്ലാത്തതുകൊണ്ട് എണീക്കുന്ന എപ്പോഴും ലേറ്റായിട്ടായിരിക്കും. അപ്പോൾ അമ്മ ഇപ്പം മിക്കവാറും സദ്യയുടെ കാര്യങ്ങളിലൊക്കെ തിരക്കിലായിരിക്കും. അപ്പം നമുക്ക് പോയി നോക്കാം കേട്ടോ എന്തൊക്കെയാണ് പരിപാടികളെന്ന്. അപ്പം ഈ അമ്മ അടുക്കളയിൽ ഇഡ്ഡലി രാവിലെ കഴിക്കാനുള്ള ഇഡ്ഡലിയും സാമ്പാറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സദ്യക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ ഞാനും ചേച്ചിയാണുള്ളത്. അപ്പോൾ ചേച്ചിക്കും ഒരു കുഞ്ഞു വാവയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും എപ്പോഴും ബിസി ആയിരിക്കും. പിന്നെ അമ്മ മാത്രമാണ് കൂടുതലും കുക്കിങ്ങിനും കാര്യങ്ങൾക്കും എല്ലാം ചെയ്യാൻ അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരവസ്ഥ. അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റ് എന്തായാലും ഇന്ന് ഓണമൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ജസ്റ്റ് ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് വന്ന സമയത്ത് അപ്പം അച്ഛനും കുഞ്ഞിപ്പെണ്ണും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ആളെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ബോൾ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ബോളൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. വാവ എന്തിയേ? വാവോ ചാച്ചു ആണോ? ചാച്ചിയോ വാവ? അപ്പം അങ്ങനെ എല്ലാവരും കുറേ ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം കുഞ്ഞിപ്പെണ്ണിൻ്റെ കുഞ്ഞ് വന്നിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിന് പാപ്പൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ കുറേ ഓടി നടന്ന് അവൾ ക്ഷീണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ഓടി വന്നുകൊണ്ടിരുന്നത് കുഞ്ഞാണ് കേട്ടോ. ഇതാണ് അയ്യോ ഇതല്ല കേട്ടോ, ആദ്യം കാണിച്ചതാണ് കുഞ്ഞ. അപ്പം അടുക്കളയിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും എത്തിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോസ് എടുക്കാൻ ഞാൻ മിസ്സായി പോകും, കാരണം ഞാനും എന്തെങ്കിലുമൊക്കെ ജോലികളിലായിരിക്കും. അപ്പം ഞാൻ ഇതെടുക്കുന്ന കാര്യമൊന്നും വിട്ടുപോകും കേട്ടോ. അതുപോലെ തന്നെ ഹസ്ബൻഡാണെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന തിരക്കിലായതുകൊണ്ട് അവർക്കും കൈയൊഴിവും കാര്യങ്ങളും ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിട്ടുപോകും. അപ്പം കിട്ടിയ കുറച്ച് പോർഷൻസൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പം ഇതും കുഞ്ഞിപ്പെണ്ണിൻ്റെ കുഞ്ഞ് തന്നെയാണ് കേട്ടോ. അപ്പം എനിക്ക് 2 അനിയത്തിമാരുണ്ട്. അപ്പോൾ അതിലൊരാളാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്മയും കുഞ്ഞമ്മയും ചേച്ചിമാരും എല്ലാവരും അപ്പച്ചിയും എല്ലാവരും കൂടി അടുക്കളയിൽ ഇങ്ങനെ തകൃതിയായിട്ട് എന്താ പറയുക ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പിള്ളേരൊക്കെ കുറേ പേര് ഇവിടെ ഈ പിള്ളേരുടെ കൂടെയൊക്കെ ഓടി നടപ്പുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് കല്യാണത്തിനൊക്കെ മുന്നേ വരെയുള്ള എൻ്റെ ഒരു ഓണമെന്ന് പറയുന്നത് ഞങ്ങളുടെ തിരുവോണത്തിൻ്റെ ഡേയിൽ കുടുംബ വീട്ടിലായിരിക്കും. അവിടെ കൊച്ചച്ഛനാണുള്ളത്. അപ്പം കൊച്ചച്ഛൻ്റെ വീട്ടിലായിരിക്കും ഞങ്ങൾക്ക് തിരുവോണത്തിൻ്റെ അന്നത്തെ ഓണം. അപ്പോൾ എല്ലാവരും
അവിടെ ഉണ്ടാകും. അപ്പം അവിടെ നിന്നാണ് സദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. എല്ലാ പരിപാടികളും നമ്മളൊരു വൈകുന്നേരം രാത്രിയൊക്കെ ആയിട്ടാണ് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞിപ്പെണ്ണിന് മൂത്തച്ഛനും മൂത്തമ്മയുടെയും വക ഓണക്കോടി കൊടുത്തതാണ്. അപ്പോൾ ആളത് എന്തൊക്കെയാണെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവിട്ടത്തിൻ്റെ അന്നത്തെ ഓണം എന്ന് പറയുന്നത് മൂത്തച്ഛൻ്റെ വീട്ടിലാണ്. അപ്പം അന്നത്തെ ഡേയിൽ നമ്മൾ എല്ലാവരും അവിടെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ചതയത്തിൻ്റെ അന്നാണ് ഞങ്ങളുടെ വീട്ടിലെ ഓണം. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഓണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവരും വൈകുന്നേരങ്ങളിൽ, അതായത് അവിട്ടത്തിൻ്റെ അന്ന് വൈകുന്നേരവും ചതയത്തിൻ്റെ അന്ന് വൈകുന്നേരവും പിന്നെ നാലാമതൊരു ഓണവും കൂടി വെച്ചിട്ടൊക്കെ ഓണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവരുടെ വീട്ടിലേക്കും പോകും, നമ്മൾ ഫുഡ് കഴിക്കും. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള എന്താ പറയുക ഓണം അടിപൊളിയാണ്. പിന്നെ എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പണ്ടത്തെ അത്ര നമുക്ക് അങ്ങോട്ട് എല്ലാവരും കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ പോകാനോ വരാനോ ഒന്നും ഇപ്പോൾ ടൈം കിട്ടാറില്ല. അപ്പം പലരെയും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് മിസ്സായി പോകും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഓണത്തിൽ കുറച്ച് വന്നിട്ടുള്ള മിസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ അമ്മാമ്മയും അച്ചാച്ചനുമാണ് കേട്ടോ. പക്ഷേ അച്ചാമ്മയും അപ്പൂപ്പനുമാണ് യഥാർത്ഥത്തിൽ. നമ്മൾ വിളിക്കുന്നത് അങ്ങനെയായി പോയി കേട്ടോ. അപ്പം ഇവിടെ അടുക്കളയിൽ അവിയലും ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോരോ ജോലികളിൽ എന്താ പറയുക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് വീഡിയോസ് എടുക്കും, അതുപോലെ തന്നെ ഹസ്ബൻഡും വന്ന് വീഡിയോസ് എടുക്കും, പിന്നെ ആരൊക്കെയോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടിയ കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പം ഇവിടെ അനിയത്തി ഇവിടെ പായസം വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ പായസം വെക്കാമെന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേക്ക് അവൾ എന്നെ ഓടിച്ചു വിട്ട് നമുക്കൊരു ഫോട്ടോ ഒക്കെ റീക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് ഓടിച്ചു വിട്ട് കുളിച്ച് ഒന്ന് ഒരുങ്ങി വരാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു സസ്പെൻസ് കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയൊരു ഡേ, അല്ലെങ്കിൽ എനിക്കെന്താ പറയുക, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസവും കൂടിയായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ കുഞ്ഞിപ്പെണ്ണ് ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് കളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇത് കുഞ്ഞിപ്പെണ്ണിൻ്റെ അനിയൻകുട്ടനാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ പായസവും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയോ ഇവിടെ പാചകങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ എന്നെ ഓടിച്ച കാരണം ഞാൻ പോയി കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ട് വന്നിട്ട് ഞാനിങ്ങനെ ഇരുന്ന് ചുമ്മാ അവളെ കാണാണ്ട് ഞാൻ അവളെന്തോ പറഞ്ഞു, ഒരു ഡാൻസ് നമുക്ക് കളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവൾ അറിയാണ്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഞാൻ മുടിയൊക്കെ അഴിച്ചൊന്ന് സുന്ദരി ആവട്ടെ എന്നിട്ട് എന്നെ എടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അത് മാറ്റിയിട്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണം ഡേയിലെ പരിപാടികൾ. ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുഞ്ഞിപ്പെണ്ണും കുഞ്ഞനിയനും എല്ലാവരും കൂടിയിട്ട് ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഓണം തന്നെയായിരുന്നു കേട്ടോ ഇത്തവണ. അപ്പം കുഞ്ഞനിയൻ്റെ ഓണം ഫസ്റ്റ് ഓണമാണ് കേട്ടോ അവൻ്റെ. അതുപോലെ തന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഓണം എന്ന് പറയുന്നത് സെക്കൻഡ് ഓണമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ആ ഒരു സർപ്രൈസ് ഇതായിരുന്നു. അപ്പം ഇത് അനിയത്തി പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. അപ്പം ഇത് ഞങ്ങൾ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഫുഡ് അടിക്കൽ മാത്രമാണ് കേട്ടോ കിട്ടിയത്. ബാക്കി ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി എന്ന് പറയാം. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുഡൊക്കെ കഴിക്കലും പരിപാടികളൊക്കെ ഒരു ഭയങ്കര രസമാണ് കേട്ടോ. ഓണത്തിൻ്റെ സമയത്ത് മാത്രമേ നമുക്ക് ഇത്രയും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സമയം കിട്ടത്തുള്ളൂ. വേറെ ഉത്സവ സമയത്തൊക്കെ വരുമ്പോഴും ഇതുപോലെ ഉണ്ട്, എന്നാലും ഇത്രത്തോളം അതങ്ങോട്ട് എല്ലാവരും കൂടി ഒത്തിട്ടുള്ള ഒരു പരിപാടി ആവത്തില്ല.
ഓണമാണ് ഞങ്ങളുടെ ആ ഒരു കാര്യത്തിൽ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളുടെയൊക്കെ കല്യാണത്തിന് മുൻപ് അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ചേച്ചിമാരും ഒക്കെ കല്യാണം കഴിക്കുന്നതിന് മുൻപുള്ള സമയത്ത് ഞങ്ങളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് തിരുവോണത്തിനന്ന് രാവിലെ അമ്പലത്തിൽ പോവുക, പിന്നെ പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോവുക, അങ്ങനെ പ്രോഗ്രാംസിനൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ആയിരുന്നു നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു ഓണമായിരുന്നു അതൊക്കെ എന്ന് പറയുന്നത്. താത്തയും കാട്ടില്ല പാടിയാലോ അമ്മക്ക്? അങ്ങനെ ഉച്ചക്കലത്തെ സദ്യക്ക് ശേഷം ഞങ്ങൾ ഒരിടത്ത് പോവുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിപ്പെണ്ണിന് ഇതുവരെ കാത് കുത്തിയിട്ടില്ല. ആളെ ഞങ്ങൾ മുൻപ് നേരത്തെ തന്നെ ഒരു വയസ്സൊക്കെ ആയ സമയത്ത് ഞങ്ങൾ കാത് കുത്താനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ പറഞ്ഞു ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാത് കുത്താമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇത്തവണ വിചാരിച്ചു, ഇത്തവണ നാട്ടിൽ വന്നപ്പം ഈ ഒരു സമയത്തങ്ങ് കുത്തിയേക്കാം, ഇനി കൂടുതൽ ആൾ വളർന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ അങ്ങ് ചെയ്തേക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് അങ്ങ് പോയതാണ് കേട്ടോ. പിന്നെ കണ്ണാടിക്കണ്ടോ കണ്ടോ കണ്ടോ കണ്ണാടി കണ്ടോ കുഞ്ഞിനെ കണ്ടോ? കമ്മല് ചേരുന്നില്ല കേട്ടോ, വെറുതെ ഇടണ്ടായിരുന്നല്ലോ. മാറ്റുന്നില്ല.